പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജിമെയിൽ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് ഗൂഗിൾ മീറ്റ് ടാബ് എനേബിൾ ചെയ്യുന്നതെന്നുള്ളതാണ്. നമുക്കറിയാം, ഓൺലൈൻ ക്ലാസ്സുകൾക്കൊക്കെ വേണ്ടി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ മീറ്റ്. എന്നാൽ നമ്മുടെ ഫോണിനകത്തുള്ള ജിമെയിൽ ആപ്ലിക്കേഷനിൽ തന്നെ ഈ ഒരു ഗൂഗിൾ മീറ്റിൻ്റെ ഫീച്ചർ ഗൂഗിൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗൂഗിൾ മീറ്റ് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ജിമെയിൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഗൂഗിൾ മീറ്റ് ടാബ് ജിമെയിലിൽ എനേബിൾ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇതിനായി നമ്മുടെ ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് താഴെ ഗൂഗിൾ മീറ്റിൻ്റെ ടാബ് എനേബിൾ ചെയ്തിട്ടുള്ളത് കാണാം. ഈ ഒരു അക്കൗണ്ടിൽ നേരത്തെ തന്നെ ഗൂഗിൾ മീറ്റ് ടാബ് എനേബിൾ ചെയ്തു വെച്ചതാണ്. ഈ ഒരു മീറ്റ് ടാബ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗൂഗിൾ മീറ്റിൽ കാണുന്ന അതുപോലുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെയും കാണാവുന്നതാണ്. ഇതുപയോഗിച്ച് പുതിയ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ മീറ്റിങ്ങിലോട്ട് ജോയിൻ ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ്, നമ്മുടെ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ. ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് സാധാരണ വാട്സപ്പിലൂടെയോ മറ്റോ ലഭിക്കുന്നത് പോലെ ലഭിച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ജിമെയിൽ ആപ്ലിക്കേഷനകത്തുള്ള ഈ ഒരു മീറ്റ് ടാബ് ഉപയോഗിച്ച് നമുക്കതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഗൂഗിൾ മീറ്റ് ടാബ് എനേബിൾ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഗൂഗിൾ മീറ്റ് ടാബ് എനേബിൾ ചെയ്യാത്ത മറ്റൊരു അക്കൗണ്ടാണ് ഈ കാണുന്നത്. ഇതിൽ എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇതിനായി മുകളിൽ ഇടതുവശത്ത് കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും താഴെ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ഫോണിൽ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഗൂഗിൾ അക്കൗണ്ട്സും കാണാവുന്നതാണ്. ഇതിൽ ഏത് അക്കൗണ്ടിനാണോ ഈ ഒരു മീറ്റ് ടാബ് എനേബിൾ ചെയ്യേണ്ടത് ആ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഇവിടെ താഴെയായി മീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൻ്റെ താഴെയായി ഷോ ദ മീറ്റ് ടാബ് ഫോർ വീഡിയോ കോളിംഗ് എന്ന് കാണാം. അതിൻ്റെ വലതുവശത്തായിട്ട് ഒരു ബോക്സ് കാണാം. ആ ബോക്സ് ടിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ് ആ ഒരു മീറ്റ് ടാബ് എനേബിൾ ആയിട്ടുണ്ട്. ഈ ഒരു മീറ്റ് ടാബ് നമ്മൾ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിലും ഗൂഗിൾ മീറ്റ് ലിങ്ക് നമുക്ക് ലഭിച്ചാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു മീറ്റ് ടാബിലോട്ട് ഡയറക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. നമുക്കിവിടെ കാണാൻ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുമ്പോഴുള്ള അതേ ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെയുമുള്ളത്. ഈ ഒരു മീറ്റ് ടാബ് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ടിക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ബോക്സിൽ അൺടിക്ക് ചെയ്താൽ മതിയാകും. ഫോണിൽ സ്റ്റോറേജ് കുറവുള്ളവർക്ക് ഈ രീതിയിലൂടെ ഗൂഗിൾ മീറ്റ് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.